ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അൺബോക്സിംഗ് റെസിപ്പി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതല്ലല്ലോ ചാനലിൻ്റെ പേരെന്ന്. അത് നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഇനി മുതൽ നമ്മുടെ ചാനലിൻ്റെ പേര് അൺബോക്സിംഗ് റെസിപ്പി എന്നാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ കപ്പപുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇനി വീട്ടിൽ കപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കപ്പപ്പുട്ടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 കപ്പ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് തേങ്ങ വേണം. ഞാനിവിടെ 300 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. 3 പച്ചമുളക് ചതച്ചത് വേണം. ആവശ്യത്തിന് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 2 തക്കാളി ചോപ്പ് ചെയ്തത്, സവാള 2 എണ്ണം വലുത്. ഇനി നമുക്ക് ഈ കപ്പ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അതിനായിട്ടൊരു വലിയ പാത്രത്തിൽ ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ചെമ്മീനൊന്ന് മസാല തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ച പൊടികളിൽ നിന്ന് പകുതി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മസാല എല്ലാം തേച്ച് പിടിപ്പിക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി പാൻ ചൂടാകുമ്പോൾ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെമ്മീൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ചെമ്മീനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഉള്ളി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉള്ളി സോഫ്റ്റ് ആവണ വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണക്ക് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. എനിക്കിപ്പോൾ ഇതിൽ ഉപ്പ് കുറവായിരുന്നു. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കപ്പ ഞാനൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ കപ്പപ്പുട്ട് റെഡിയാക്കാം. അതിനുവേണ്ടി പുട്ടുംകുറ്റിലേക്ക് ഫസ്റ്റ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ ചേർക്കുമ്പോൾ നമ്മൾ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യണം. കാരണം കപ്പയിൽ വെള്ളം ഉണ്ടാവും. നമ്മൾ എത്ര ഊറ്റി വെച്ച് കഴിഞ്ഞാലും അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുട്ട് ആവി കയറ്റിയെടുക്കുന്ന സമയത്ത് അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കപ്പയിലുള്ള വെള്ളം മൊത്തം കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കളയണം. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മേലെ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെമ്മീൻ മസാല മേലെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും തേങ്ങ ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കപ്പ ഒന്ന് പ്രസ് ചെയ്യുക. കണ്ടോ, കപ്പയിൽ നിന്ന് വെള്ളം വരുന്നത് കണ്ടോ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചെമ്മീൻ കപ്പപ്പുട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കപ്പ ചേർത്ത് കൊടുക്കാം. മേലത്തെ ലെയറിൽ നമ്മൾ തേങ്ങ ചേർക്കണ്ട, മസാല മാത്രം വെച്ച് കൊടുത്താൽ മതി. നമ്മൾ സാധാരണ പുട്ട് ആവി കയറ്റുന്ന പോലെ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. 2-3 പ്രാവശ്യം ആവി വന്നാൽ തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ പുട്ടിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചെമ്മീൻ കപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.